പ്രശ്നം ഇതായിരുന്നു. അവൻ പകുതി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ കൊടുത്തു, ബാക്കി പകുതി അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. നമ്മുടെ ജീവിതം 50-50 ആകാൻ പാടില്ല. അത് ദൈവത്തിന് നാം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ സന്നിധി കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ അത് 50 അല്ല, 75 അല്ല, അത് 100% കർത്താവിൻ്റെ ഹിതപ്രകാരം തന്നെയായിരിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കാം. വേദപുസ്തകത്തിലെ ഒരു ഭാഗം 1 ശമൂവേൽ അതിൻ്റെ 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ വിസിബിലിറ്റിയും ഇൻവിസിബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി നമ്മൾ ചെറുതായിട്ട് ധ്യാനിക്കുന്നുണ്ട്. എന്താണ്? പുറമേയുള്ളതും അകമേയുള്ളതും. കർത്താവ് നോക്കുന്നത് പുറമേയുള്ളതല്ല, കർത്താവ് നോക്കുന്നത് അകമേയുള്ളത്. ഇന്ന് അതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരു വേദഭാഗത്തും നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് നൽകിയ ആ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശമൂവേലിനോട് ദൈവം ഇപ്രകാരമാണ് അരുളി ചെയ്തത്: അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ആരുടെ മുഖം, ആരുടെ പൊക്കം? ഇവിടെ ശമൂവേലിനോട് കർത്താവ് പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ശൗൽ എന്ന രാജാവിനെ പറ്റി. ശൗൽ എന്നത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. ശൗലിന് അധികാരം നൽകിയത് യഹോവയാകുന്ന ദൈവം തന്നെയാണ്. പക്ഷേ ശൗല് ദൈവഹിതപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെതായിട്ടുള്ള ലൈൻ വിട്ട്, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ വിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ശൗലിനുണ്ടായ പ്രശ്നം ഇതായിരുന്നു. അവൻ പകുതി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ കൊടുത്തു, ബാക്കി പകുതി അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. കർത്താവ് പറഞ്ഞു, നീ പോയി യുദ്ധം ചെയ്യുന്നിടത്ത് നീ ജയിക്കും, പക്ഷെ ജയിക്കുന്നിടത്തുനിന്ന് ഒരു വിധത്തിലുള്ള നീ ഒരു വസ്തുവും എനിക്ക് വേണ്ടിയെന്നും പറഞ്ഞ് നിൻ്റെ ജനത്തിന് വേണ്ടിയോ ഒന്നിനും കൊണ്ടുവരണ്ട, നീ സകലതും ഉപേക്ഷിച്ചിട്ട് നിൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വരണം വിജയത്തോടെ. പക്ഷെ ശൗൽ അത് കേട്ടു. കേട്ടാൽ മാത്രം കാര്യമില്ലല്ലോ, അറിഞ്ഞാൽ മാത്രം കാര്യമുണ്ടോ, വായിച്ചാൽ മാത്രം കാര്യമുണ്ടോ? ഇല്ല. അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് കാര്യമുള്ളത്. ശൗലിന് പറ്റിയത് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ അവനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ അവിടെ പോയി വിജയിച്ചു. ദൈവത്തെ അനുസരിച്ചു. ദൈവം യുദ്ധം ചെയ്യാൻ പറഞ്ഞു, അവൻ അനുസരിച്ചു. വിജയിക്കുമെന്ന് പറഞ്ഞു. വിജയവിശ്വാസത്തോടെ അവൻ പോയി. പക്ഷേ കർത്താവ് എടുക്കരുതെന്ന് പറഞ്ഞ ആ രാജ്യത്തിലെ വസ്തുക്കളെ അവൻ ദൈവത്തിന് യാഗം കഴിക്കാന്ന് പറഞ്ഞത്, കർത്താവിനെ പ്രസാദിക്കാം, കർത്താവിനെ പ്രീതിപ്പെടുത്താമെന്ന് പറഞ്ഞ് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ചാടി. 50 അവിടെ, 50 ഇവിടെ എന്നൊരു നിലയ്ക്ക്. 50 ദൈവത്തിന്, 50 അവന്. ആകയാൽ കർത്താവ് എന്ത് ചെയ്തു? ശൗലിനെ തൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ നിന്ന് മുഴുവനായി തള്ളി. പകുതി നിൽക്കുമ്പോൾ നമ്മളെ ചിലപ്പോൾ പൂർണ്ണമായി കർത്താവിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങുന്ന എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? തുടങ്ങുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം കുഞ്ഞുമക്കളെ തന്നെ നോക്കിയാലും ആദ്യം ജനിക്കുമ്പോഴും ജനിച്ച് കുറച്ച് കാലം വളരുമ്പോഴൊക്കെ വീട്ടിലെ അമ്മയും അച്ഛന്മാരൊക്കെ പറഞ്ഞു കൊടുക്കും, മക്കളെ പ്രാർത്ഥിക്കണം, മക്കളെ ബൈബിൾ വായിക്കണം. നമ്മൾ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പിള്ളേരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചിന്ത, അല്ലെങ്കിൽ പിള്ളേർക്ക് പോയിരുന്ന് സംസാരിക്കുന്ന സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിലുള്ള സംസാരങ്ങൾ ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പതിയെ അവനിൽ ഓരോ മാറ്റങ്ങൾ, അവൻ്റെതായിട്ടുള്ള ഡിസിഷനും അവൻ്റെ തീരുമാനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുവാനേ തുടങ്ങും. അങ്ങനെ മാറ്റം വന്ന് പിന്നെ എന്താ സംഭവിക്കുന്നത്? പൂർണ്ണമായിട്ടും അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നത് അത്ര പതിവ്. ഇത് തന്നെയാണ് ഇവിടെ ശൗലിന് സംഭവിച്ചത്. അവൻ ആദ്യം 50-50 എന്ന് പറഞ്ഞു, പക്ഷേ കർത്താവ് ഒരു കാലതാമസവും വെച്ചില്ല. നിനക്ക് നീ 50-50 എന്ന് വെച്ചുകൊണ്ടിരിക്കണ്ട, നീ 100% നീ നിൻ്റെ പാട്ടിന് വെക്കോ, 100% ഞാൻ മാറിക്കൊള്ളാം. കാരണം എനിക്ക് 100% ചെയ്തു തരുവാൻ വേറെ വ്യക്തികളുണ്ട് എന്ന് കർത്താവ് തിരിച്ചറിയുവാനായി കാരണമായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതം 50-50 ആകാൻ പാടില്ല. അത് ദൈവത്തിന് നാം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ സന്നിധി കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ അത് 50 അല്ല, 75 അല്ല, അത് 100% കർത്താവിൻ്റെ ഹിതപ്രകാരം തന്നെയായിരിക്കണം. ഡ്രൈവ് ചെയ്യുന്നവർ പലരുമുണ്ട്, ഡ്രൈവ് ചെയ്യാത്തവരുമുണ്ട്. എങ്കിലും പറയുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും. കാരണം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് വളരെ പ്രയാസം, വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ട്, കുറച്ച് വീട്ടിലൊക്കെ സ്വസ്ഥതയില്ല, വീട്ടിൽ കുറച്ച് സമാധാനക്കേടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഒരിടത്ത് യാത്ര ചെയ്യാനായിട്ട് താല്പര്യം വരുന്നു, അല്ലെങ്കിൽ താല്പര്യമല്ല, നമുക്കൊരു ആവശ്യം വരുന്നു. അങ്ങനെ യാത്ര ചെയ്യുവാണ്. ഇപ്പോൾ വണ്ടിയാണ് ഓടിക്കുന്നത്, വണ്ടി ഓടിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നു. വീട്ടിൻ്റെ അസമാധാനം വീണ്ടും ആ വണ്ടിക്കകത്തേക്കും കൊണ്ട് അസമാധാനം കൊണ്ടുവന്ന ആൾ വീണ്ടും കൊണ്ടുവരുന്നു. പിന്നെ നമ്മുടെ ലെക്കും ബ്രേക്കും ഒക്കെ തെറ്റുന്നു.
നമ്മുടേതായിട്ടുള്ള സമാധാനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നു. നമ്മുടെ മനസ്സിൽ ബാറ്റിൽ ഫീൽഡ് പോലെ, ഒരു യുദ്ധസ്ഥലം പോലെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെന്താണ്, വണ്ടി അല്പം ഒന്ന് സൈഡിലേക്ക് പാർക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ അതിനെ ഓർത്ത് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓർത്തെടുത്ത് സമയത്തെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പലരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ പാർക്ക് ചെയ്ത് നിർത്തും. അല്ലെങ്കിൽ നമുക്കൊരു ശരീരത്തിന് വേദന, അല്ലെങ്കിൽ ഒരു തളർച്ച വരുന്നു, ഒരു ക്ഷീണം വരുന്നു, നമ്മളെന്ത് ചെയ്യും? പാർക്ക് ചെയ്യും. ഞങ്ങൾ രാത്രിയൊക്കെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ഒരു ബ്രദർ, ഞങ്ങളൊരു കൺവെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമായിരുന്നു നിലമയിൽ. അപ്പോൾ ബ്രദറായിരുന്നു വണ്ടി ഓടിക്കുന്നത്. ബ്രദറിന് ഓടിച്ച് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം പോലെ, കണ്ണിനൊരു ക്ഷീണം പോലെ, കണ്ണിന് റെസ്റ്റ് കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ കണ്ണെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവനെ സ്വന്തമായി വളരെ നന്നായി നോക്കുന്ന വ്യക്തിയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ നേരെ നോക്കത്തില്ല, നമ്മുടെ മനസ്സിനെ നോക്കത്തില്ല, നമ്മുടെ ഹൃദയത്തെ നോക്കത്തില്ല, നമ്മുടെ ചിന്ത നോക്കത്തില്ല. പക്ഷെ നമ്മുടെ നമ്മളെ കണ്ണിനെ ബെസ്റ്റായിട്ട് നോക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു പറയുമ്പോൾ അത് തനിയെ അങ്ങ് അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തനിയെ അടഞ്ഞു പോയപ്പോൾ തനിക്ക് മനസ്സിലായി തൻ്റെ കണ്ണിന് ക്ഷീണം അനുഭവിക്കുന്നുണ്ട്. എന്ത് ചെയ്തു? സൈഡിലേക്കൊന്ന് പാർക്ക് ചെയ്ത് നിർത്തി, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ചിലപ്പോൾ പാർക്ക് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് പാർക്ക് ചെയ്ത് നിർത്തി. ഇതുപോലെ ജീവിതത്തിൽ നമുക്കും പലപ്പോഴും ക്ഷീണങ്ങൾ വരുമ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാറുണ്ട്. ഇതുപോലെ പാർക്ക് ചെയ്തിട്ടുള്ള പല വ്യക്തികളെ നമുക്ക് കാണുവാനേ കഴിയും. നമുക്ക് വചനത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകം നമുക്കെടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പാർക്കിങ്ങിനെ പറ്റി നമുക്കവിടെ കാണുവാനേ കഴിയുന്നുണ്ട്. വേഗത്തിലെടുക്കാം. ഉൽപ്പത്തി 11:31 വാക്യം വേഗം എടുത്തോളൂ. ഉൽപ്പത്തി പുസ്തകം 11:31 വാക്യം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് കാണുവാനേ കഴിയും. തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായി സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. ഒരു കൂടെ ശ്രദ്ധിച്ച് വായിക്കാം. തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രാമിൻ്റെ ഭാര്യയായ മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ എവിടെ നിന്നു? ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. എവിടെയാ പാർത്തത്? ഒന്ന് പറഞ്ഞാട്ടെ, എവിടെയാ പാർത്തത്? ഹാരാൻ. അടുത്ത് 32 വാക്യം വായിക്കാം. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരം ആയിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. എവിടെയാ പാർത്തത്? ഹാരാനിൽ പാർത്തു. എവിടെ മരിച്ചു? ഹാരാനിൽ മരിച്ചു. ദൈവം തമ്പുരാൻ അബ്രഹാമിനെ കനാൻ ദേശത്തിലേക്ക് വിളിച്ച് ഇറക്കുന്നതിന് മുൻപേ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, തൻ്റെ പിതാവാകുന്ന തേരഹിനെയും വിളിച്ചു. പക്ഷേ തേരഹ് എന്ത് ചെയ്തു? തേരഹിന് അല്പം ക്ഷീണം തോന്നിയപ്പോൾ, കണ്ണിന് ചില മശക്കം തോന്നിയപ്പോൾ, അവന് 50-50 ആയാൽ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അല്പം ഒന്ന് അങ്ങോട്ട് പാർക്ക് ചെയ്തു. എവിടെയാണ് പാർക്ക് ചെയ്തത്? ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് പാർക്ക് ചെയ്തത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പാർക്ക് ചെയ്താൽ ചിലപ്പോൾ അവിടെ നിന്ന് പിന്നെ എടുക്കേണ്ടി വരത്തില്ല. നമ്മൾ എന്നേക്കുമായിട്ട് അവിടെ പാർക്കായി കടന്നു പോകും, ഓടാൻ പറ്റത്തില്ല. നമുക്ക് ദൈവം ഒരു യാത്രയാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ യാത്രത്തിൻ്റെ തുടക്കത്തില്ല. പക്ഷേ തേരഹിനോടും പിതാവാകുന്ന ദൈവം ഓടുവാനായിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോകാൻ പറഞ്ഞു. പക്ഷേ അവന് ക്ഷീണം തോന്നിയപ്പോൾ അവൻ്റെ സ്ഥലത്തേക്ക് പാർക്ക് ചെയ്ത തേരഹ് അന്ത്യം വരെ എവിടെ തന്നെ കിടന്നു? ഹാരാനിൽ തന്നെ പാർക്ക് ചെയ്ത് അവൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. പക്ഷേ അതേ സമയത്ത് നമ്മൾ പാർക്ക് ചെയ്യാതെ ചിലയിടത്തൊക്കെ നോ പാർക്കിംഗ് സൈൻ കണ്ടില്ലെങ്കിലും നമ്മളത് മനസ്സിലൊന്ന് കണ്ടുകൊണ്ട്, എവിടെയെങ്കിലും ജീവിതത്തിൽ ക്ഷീണം തോന്നുമ്പോൾ, പ്രയാസങ്ങൾ തോന്നുമ്പോൾ, രോഗം വരുമ്പോൾ, കടഭാരം കൂടി വരുമ്പോൾ, മാനസികമായ അസമാധാനം വരുമ്പോഴൊക്കെ നോ പാർക്കിംഗ് സൈൻ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്നേക്കും ഓടും. കാരണം ഏലിയാവും ഇതുപോലെ ഒരിക്കൽ നോ പാർക്കിംഗ് സൈൻ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് വെച്ചോണ്ട് നടക്കണമെന്ന് പറഞ്ഞിട്ടും, നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഡോങ്കി അല്ലെങ്കിൽ എന്താ കഴുതേനെ നടത്താനായിട്ട് ഈ ആൾക്കാർ വടിയിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ക്യാരറ്റ് തൂക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ കർത്താവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നോ പാർക്കിംഗ് സൈൻ. നീ പാർക്ക് ചെയ്യരുത്, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം എന്നൊരു സൈൻ നമ്മുടെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് നടക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഏലിയാവിൻ്റെ ജീവിതത്തിലും വചനമാകുന്ന ദൈവവുമായിട്ടുള്ള ബന്ധമാകുന്ന നോ പാർക്കിംഗ് സൈൻ ഉണ്ടായിരുന്നു. പക്ഷേ ഏലിയാവ് എന്ത് ചെയ്തു? എവിടെയോ വെച്ച് അവൻ അല്പമൊന്ന് പാർക്ക് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അവൻ അങ്ങ് പാർക്ക് ചെയ്തത് ആരും കാണാതെ പോയില്ല. കാരണം ദൈവം സകലപേരെയും സ്നേഹിക്കും, സകലപേരെയും ശ്രദ്ധിക്കുന്നതും സകലപേരെയും കരുതുന്ന ഒരുവനായതുകൊണ്ട്
കർത്താവ് വലിയ ബിസിയാണ്, എനിക്ക് കുറേ പാർക്ക് ചെയ്യാതെ ഓടിക്കൊണ്ടിരിക്കുന്നവരെ ഉണ്ടെന്ന് പറഞ്ഞ് പാർക്ക് ചെയ്തവരെ കൈവിട്ടില്ല, തളർന്നവരെ കൈവിട്ടില്ല. തളർന്ന ഏലിയാവിൻ്റെ അടുക്കൽ വന്ന് ഒരു മൃദുസ്വരം കേൾപ്പിച്ച് അവൻ ആവശ്യമുള്ള ശക്തിയെ നൽകിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും നമ്മൾ പാർക്ക് ചെയ്ത് കിടക്കുക. പാർക്ക് ചെയ്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ തിരിഞ്ഞു നോക്കാതെ ഇല്ല. നമ്മുടെ സ്വന്തക്കാരൻ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കാം. തേരഹ് ഹാരാനിൽ പാർക്ക് ചെയ്തപ്പോൾ തേരഹിനോട് എണീച്ച് ഓട് 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 ഓടുമെന്ന് പറയാനായിട്ട് ഒരു ദൈവദാസനും ഉണ്ടായെന്ന് കാണത്തില്ല. നമ്മളോട് പലപ്പോഴും ദൈവദാസന്മാരെങ്കിലും പറയുമല്ലേ, ഓടണം ഓടണം ഓടണം. ദൈവത്തിൻ്റെ വചനം വായിക്കും പറയും ഓടണം ഓടണം ഓടണം. നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ ഫീഡ് നമ്മൾ നോക്കുമ്പോൾ അവിടെയും റൺ 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 അല്ലെങ്കിൽ വെയ്ക്ക് വെയ്ക്ക്, എഴുന്നേൽക്ക്, ഓട് എന്നൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. പക്ഷേ തേരഹിനോട് പറയാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഏലിയാവിൻ്റെ സന്നിധിയിലും ആരുമില്ലായിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. പക്ഷേ അവിടെ ഒരുവനുണ്ടായിരുന്നു ഓടാൻ പറയുവാനായിട്ട്, ദൈവം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇന്ന് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ജീവിതത്തിൻ്റെ ആ എൻജിൻ്റെ ഓയിലൊക്കെ ഒന്ന് തീർന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥിതിയിലായിരിക്കും. പക്ഷേ നമ്മളെ സകലപേരും കൈവിട്ടാലും സകലപേരും മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. നമുക്ക് ആവശ്യമായ ഇന്ധനം നൽകുവാനൊരു ദൈവമുണ്ട്. വീണ്ടും ഓടുവാനായിട്ട് നമ്മളോട് സ്നേഹത്തോടെ പറയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പലരും സ്നേഹത്തോടെ പറഞ്ഞിട്ട് ഓടാൻ പറ്റില്ല. പക്ഷേ ദൈവം പറഞ്ഞ് ഓടിയേ പറ്റത്തുള്ളൂ. ദൈവം പറഞ്ഞ് ഓടാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കണം, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പാർക്ക് ചെയ്ത ജീവിതമല്ല. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നോ പാർക്കിംഗ് സൈൻ നിരത്തി വെച്ചിരിക്കുന്ന റോഡിൽ കൂടെയുള്ള ഒരു ജീവിതം കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവം തങ്ങളുടേതായിട്ടുള്ള പൈതങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വിചാരമില്ലാത്തത് അല്ലേ? വിചാരമില്ലാത്തത്. നമ്മൾ വിചാരപ്പെടുമ്പോൾ പലപ്പോഴും ക്ഷീണിച്ചു പോകും. നാളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. പക്ഷേ ഒന്നും വിചാരിക്കാതെ, നമ്മൾ മീറ്റർ നോക്കാതെ, ഡീസലുണ്ടോ പെട്രോൾ ഉണ്ടോ എന്നൊന്നും നോക്കാതെ നമ്മൾ നേരെ നോക്കി അങ്ങ് ഓടിക്കൊണ്ടിരുന്നാൽ അതങ്ങ് ഓടിക്കോളും. ഞാൻ ഈ ലോകത്തിലെ കാറിനെ പറ്റിയല്ല പറയുന്നത്, നമ്മളെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിലെ കാറ് ഡീസൽ നോക്കിയില്ലെങ്കിൽ എവിടെയും കിടക്കും. പക്ഷേ നമ്മളാകുന്ന, നമ്മുടെ വണ്ടിയാകുന്ന ഈ യാത്രയിൽ നമുക്ക് മീറ്റർ നോക്കണ്ട. മീറ്റർ എന്ന് പറയുമ്പോൾ വിചാരങ്ങൾ, മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ സ്ഥിതികൾ, നമ്മുടേതായിട്ടുള്ള ഇപ്പോഴത്തെ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും നോക്കാതെ മുന്നിലേക്ക് നോക്കി, മുന്നിൽ നമുക്കൊന്ന് വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വചനം, അതിലേക്ക് നോക്കി ഒന്ന് മുന്നിലേക്ക് ഓടുവാനായിട്ട് കഴിയുമോ? അതാ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പല വ്യക്തികളും ജീവിതത്തിൽ സഫലമായി, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തി എന്ന്, അല്ലെങ്കിൽ എത്തിയോ ഇല്ലയോ, അല്ലെങ്കിൽ ജീവിതം ഇപ്രകാരമാണ് എന്ന് വിധി എഴുതുന്ന പലരുമുണ്ട്. ഇനി എനിക്ക് മുന്നിലോട്ടൊന്നും യാത്രയില്ല, ഞാൻ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എത്തി, ഇനി പാർക്കിൽ ഷെഡിൽ വല്ലതും ഒതുങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും വിധി എഴുതാറുണ്ട്. നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷൻ വെച്ചിട്ട്, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പാർക്ക് ചെയ്യാൻ നമ്മൾ നടന്നാൽ ഒരിക്കലും ഓടേണ്ടി വരത്തില്ല. കാരണം ഒരു ശീമോൻ പത്രോസിനെ പറ്റി നമ്മൾ വചനത്തിൽ കേൾക്കുന്നുണ്ടല്ലേ. ശീമോൻ പത്രോസിനും അവൻ്റെ അപ്പോഴത്തെ സ്ഥിതി നോക്കിയപ്പോൾ അവനൊന്ന് പാർക്ക് ചെയ്യാനാണ് നോക്കിയത്. അവൻ പാർക്ക് ചെയ്യാനാണ് വന്നതും. അവൻ തൻ്റെ ബോട്ടും കൊണ്ട്, തൻ്റെതായിട്ടുള്ള മീൻ പിടിക്കുന്ന ബോട്ടും കൊണ്ട് താൻ ആഴക്കടലിലേക്ക് പോയപ്പോൾ തനിക്കൊന്നും കിട്ടിയില്ല. അന്നത്തെ ദിവസത്തിൽ ജീവിതം കഴിച്ചു പോകാനായിട്ട് തനിക്കൊന്നും കിട്ടിയില്ല. അന്ന് ധനവാനായിട്ടുള്ള ആൾക്കാരാണ് കളപ്പുരയിൽ നിറച്ചു വെക്കുന്നത്. അന്നത്തെ മീൻപിടുത്തക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലത്തെ കാഷ്വൽ വർക്കേഴ്സാണ്. അതായത് ഓരോ ദിവസവും അധ്വാനിച്ച് അന്നത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു ഷീമോനാണ്. പക്ഷേ ആ ഷീമോൻ്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം കഴിച്ചു പോകാനുള്ള, തൻ്റെ കുടുംബത്തിന് കഴിച്ചു പോകാനുള്ള ഒരു സമ്പാദ്യം കിട്ടാതെ എംറ്റി ആയിട്ടുള്ള പടക് തൻ്റെ കയ്യിൽ തിരിച്ചു വന്നപ്പോൾ ഷീമോനും വിചാരിച്ചു, ഞാനൊന്ന് പാർക്ക് ചെയ്യണം, എനിക്ക് പാർക്ക് ചെയ്യാനുള്ള സമയമായി, എനിക്കൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി നിർത്താനുള്ള സമയമെന്ന് പറഞ്ഞ് ഷീമോനും തൻ്റെ പടകും കൊണ്ട് കരയ്ക്കടുത്തു. പക്ഷെ ഷീമോന് വേണമെങ്കിൽ അന്ന് ചിന്തിക്കാമായിരുന്നു, എൻ്റെ ജീവിതം ഇന്ന് ശൂന്യമാണ്, ഇന്ന് ശൂന്യമായതുകൊണ്ട് ഇനി എന്നേക്കും ശൂന്യമാണ്. കാരണം ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചിട്ട് എല്ലാ ദിവസവും മീൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ എൻ്റെ മീനെല്ലാം തീർന്നു. എനിക്ക് ഒരിക്കലും മീൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഈ സമുദ്രത്തിലെ മീനൊക്കെ തീർന്നു പോയി, സമുദ്രത്തിൽ ഇനി മീനേ ഇല്ല, ഇനി വേറെ ബിസിനസ് നോക്കണം, പാർക്ക് ചെയ്യാനുള്ള സമയമായി എന്ന് ഷീമോൻ വിചാരിച്ചു കാണാം. പക്ഷേ കർത്താവ് അതിന് അനുവദിച്ചോ? ഇല്ല. കർത്താവ് അവിടെ പഠിപ്പിച്ചു കൊടുത്തു, നീ പാർക്ക് ചെയ്യാനുള്ള സമയമായില്ല, നിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് വിധി എഴുതാനുള്ള സമയമായില്ല. സാഹചര്യങ്ങൾ നമ്മളോട് പറയും, ഇനി നമുക്കൊരു വഴി തുറക്കുവാനായിട്ട് ഒരു വിധത്തിലുള്ള മീനുകളും നമ്മുടേതായിട്ടുള്ള ഈ ജീവിതമാകുന്ന കടലിലില്ല. ഒരു വിധത്തിലുള്ള രോഗസൗഖ്യം കിട്ടാൻ ഇനി ഒരു മരുന്നുമില്ല.
ഇനി നമ്മുടെ കടഭാരം മാറാനായിട്ട് ഒരു വിധത്തിലുള്ള സോഴ്സസും ഇല്ല. ജീവിതത്തിൽ ഇനി സമാധാനം കിട്ടാനായിട്ടും ഇനി ഒരു വീഡിയോയും കാണാനില്ല, ഒരു വചനവും കേൾക്കാനില്ല എന്ന് ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്ന ഒരു ജീവിതത്തിലാണോ? പക്ഷെ കർത്താവ് പറയുക, അവിടെ നീ പാർക്ക് ചെയ്യാനുള്ള സമയമല്ല, അവിടെ ദൈവത്തിൻ്റെ മഹത്വം നീ കാണേണ്ട സമയം. ഹല്ലേലൂയ. തളരുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ ഒരു മഹത്വം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശീമോൻ തളർന്നപ്പോൾ കർത്താവ് തൻ്റെ പടകിലേക്ക് കയറി. ശീമോൻ പാർക്ക് ചെയ്യാനായിട്ട് എന്നേക്കും വേണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ കർത്താവ് ഓൺ ദ സ്പോട്ട് പടകിൽ കയറിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അതിനെ അങ്ങ് ആഴത്തിലേക്കൊന്ന് നീക്കാൻ പറഞ്ഞു. പാർക്ക് ചെയ്തതിനെ വീണ്ടും ആ വഴിയിലോട്ടൊന്ന് ഇറക്കാൻ പറഞ്ഞു. പാർക്ക് ചെയ്തിരുന്ന ബോട്ടിനെ ഒന്നും കൂടെ ആ ദൈവം വെച്ചിരുന്ന വേയിലേക്കൊന്ന് ഇറക്കാൻ പറഞ്ഞു. പിന്നെ കർത്താവ് പറഞ്ഞു, എന്താ? ആ വലയൊന്ന് ഇടാൻ പറഞ്ഞു. വലയിട്ടപ്പോൾ എന്താ തനിക്ക് സംഭവിച്ചത്? തൻ്റെ സാഹചര്യങ്ങൾ തന്നോട് കള്ളം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തൻ്റെ പഴയ സാഹചര്യം എന്താ പറഞ്ഞത്? മീനൊന്നുമില്ല, മീനൊക്കെ രാജിവെച്ച് പോയി, മീനൊക്കെ ഇപ്പോൾ വേറെ ലോകത്തിലേക്ക് സ്പേസ് ഷിപ്പ് വഴി കയറിപ്പോയി. പക്ഷേ കർത്താവ് പറഞ്ഞ് വലയിട്ടപ്പോൾ തൻ്റെ സാഹചര്യം പറഞ്ഞത് കള്ളമാണെന്ന് തിരിച്ചറിയാനേ കഴിഞ്ഞു. താൻ വലയിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? വല നിറയുന്ന മീൻ, 1-2 മീൻ അവിടെ നിന്ന് തെറ്റും തെറിച്ചും വന്നെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇല്ലായ്മയുടെ നടുവിൽ ഒരു നിറവിനെയാണ് കർത്താവ് നൽകിയത്. ഇന്ന് എത്ര പേർക്ക് അത് അംഗീകരിക്കുവാനേ കഴിയുന്നുണ്ട്? സാഹചര്യം കള്ളം പറയും, സാഹചര്യം നമ്മളെക്കുറിച്ച് കള്ളത്തിലുള്ള വിധികൾ നമ്മുടെ ജീവിതത്തിൽ തരും, തെറ്റായ വിധികൾ നമ്മുടെ ജീവിതത്തിൽ എഴുതും. പക്ഷേ ഇന്നത്തെ സാഹചര്യമല്ല, നാളേക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പക്ഷേ വിചാരപ്പെടാതെ ദൈവത്തിൻ്റെ പാതയിൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ വാക്കിന് 100% ഒന്ന് അനുസരിക്കുവാൻ മനസ്സുണ്ടോ? കർത്താവ് നമ്മെ വഴി നടത്തും. ശക്തിയുടെ കരങ്ങൾ ചേർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മൾ വായിച്ചു 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ എന്താ വായിച്ചത്? കർത്താവ് ആരോട് പറഞ്ഞു? നമ്മുടെ ശമൂവേലിനോട് പറഞ്ഞു, നീ പൊക്കമൊന്നും നോക്കരുത് എന്ന്, മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പുറമേ ഉള്ളതിനാണ്, പക്ഷെ ഞാൻ നോക്കുന്നത് ഹൃദയത്തെ. നമ്മൾ പലപ്പോഴും നമ്മൾ പുറമേ ഉള്ളതിനെ അളന്നുകൊണ്ട് നടക്കാറുണ്ട്. അളവുകോലും കൊണ്ട് നടക്കുക. എത്ര വണ്ണമുണ്ട്, എത്ര പൊക്കമുണ്ട്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, എത്ര നമ്മുടെ പേഴ്സിന് വലിപ്പമുണ്ട്, പേഴ്സിന് എത്ര കൊള്ളാൻ പറ്റും, ജോലിക്ക് എത്ര സാലറി കിട്ടും, ജോലി എവിടെ നിന്നൊക്കെ കിട്ടും എന്നൊക്കെ നമ്മൾ കോലും കൊണ്ട് പലപ്പോഴും നടക്കാറുണ്ട്. പക്ഷെ കർത്താവ് പറയാ, നീ കോലും കൊണ്ട് അളന്നിട്ടൊന്നും കാര്യമില്ല. നിന്റെ കോല് കൊണ്ട് അളക്കുമ്പം സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ എന്ത് പറയും? എന്താ സാഹചര്യം പറയുന്നത്? കള്ളം പറയും, തെറ്റായിട്ടുള്ള മെഷർമെൻറ്റ് തരും. കാരണം ഈ ശൗലെന്ന് പറയുന്നതും കോലിൻ്റെ ആളാണ്, കോല് വെച്ച് അളവ് നൽകുന്ന ആളാണ്. കാരണം ദാവീദ് ശൗലിൻ്റെ അടുക്കലേക്ക് ഞാൻ ഗോലിയാത്തിനെ ഇടിച്ചു തള്ളി ഇട്ടാരാന്ന് പറഞ്ഞ് ദാവീദ് പോയപ്പോൾ ശൗലിന് അത്ര വിശ്വാസം വന്നില്ല. കാരണം അവൻ കോലിൻ്റെ ആളാണ്. അവൻ ദാവീദ് വന്ന ഉടൻ തന്നെ കോല് വെച്ച് അളന്നങ്ങ് നോക്കി. അവന് പൊക്കമില്ല, അവന് ആവശ്യമുള്ള വണ്ണമില്ല, മസിലില്ല, അവൻ ആവശ്യം മുഖത്തിൽ ആ ഒരു കറേജസ് ഫീലൊന്നും ഇല്ല. ഇവനാണോ ചെയ്യാന്ന് പറഞ്ഞ് അവൻ അല്പം പരിഹാസത്തോടെ ദാവീദിന് നീ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നൊരു രീതിയിൽ. പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെയാണ്, ഒരു സ്റ്റൗലാവുകയാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ കോലുകൊണ്ട് നമ്മളെ അളക്കും. കോലുകൊണ്ട് ഇന്നത്തെ സാഹചര്യം, ഇന്ന് നമുക്ക് എത്ര ഇതുണ്ട്, ഇന്ന് നമുക്ക് എത്രത്തോളം ഇതുണ്ട്, എത്രത്തോളം സമ്പാദ്യമുണ്ട്, എത്രത്തോളം നമുക്ക് അവസരങ്ങളുണ്ട്, എത്രത്തോളം ആൾക്കാർ നമ്മളെ മാനിക്കുന്നു, എത്രത്തോളം ആൾക്കാർ നമ്മളെ അംഗീകരിക്കുന്നു, എത്രത്തോളം ആൾക്കാർ നമ്മളോടൊപ്പം എപ്പോഴും നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, മുഖമോ പൊക്കമോ നോക്കരുത്, പുറമേ ഉള്ളത്, സാഹചര്യങ്ങളിലുള്ളത് നോക്കരുത്, അതിനുള്ളിലുള്ള ഹൃദയത്തിനെ തൂക്കി നോക്കണമെന്നാണ്. ഹല്ലേലൂയ. പ്രോവേർബ്സിൻ്റെ പുസ്തകത്തിൽ നാം നോക്കുമ്പോൾ 21-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കർത്താവ് നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഹൃദയത്തെ തൂക്കി നോക്കുന്നു. ഇന്നൊന്ന് മനസ്സിലാക്കാൻ നമുക്ക്, നമ്മൾ പുറമേ അളക്കുന്നതൊക്കെ അതൊന്നും നല്ല അളവൊന്നും തരത്തില്ല, തെറ്റായ അളവ് തരും. പക്ഷേ ഇന്ന് നമ്മുടെ ദൈവം ഹൃദയത്തെയാണ് തൂക്കി നോക്കുന്നത്. ഹൃദയത്തെ പാർക്ക് ചെയ്യാതെ ദൈവത്തെ അനുസരിച്ച് ഓടുവാൻ ഒരു ഹൃദയം ഉണ്ടോയെന്ന്, ക്ഷീണിക്കാതെ ക്ഷീണം വരുമ്പോഴും ദൈവത്തിൻ്റെ അമിത ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓടുവാൻ മനസ്സുണ്ടോയെന്ന്, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുവാൻ മനസ്സുണ്ടോയെന്ന്, കർത്താവിൻ്റെ വചനമെന്ന വെയിറ്റ് നോക്കുന്ന യന്ത്രത്തിൽ കയറി നിന്നിൻ്റെ ഹൃദയത്തെ വചനത്തിനനുസരിച്ചൊന്ന് തൂക്കി നോക്കുവാൻ മനസ്സുണ്ടോയെന്ന് കർത്താവിന് നിന്നോട് ചോദിക്കുക. പുറമേ ഉള്ളത് അളക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.